അച്ഛന് യുദ്ധക്കൊതിയാണെങ്കിൽ ആ യുദ്ധത്തിന് കൊഴുപ്പ് കൂട്ടാൻ മക്കൾ ആയുധം വിറ്റാൽ കഥയുണ്ടാകും. യുദ്ധം കൊഴുപ്പിക്കാൻ ട്രംപിന്റെ മക്കൾ എത്തുന്നു. വെറും കൈയോടെയല്ല, കയ്യിൽ ഉഗ്രനായുധങ്ങളുമായിട്ടാണ് വരവ്. പ്രതിരോധം ശക്തമാക്കാൻ ശ്രമിക്കുന്ന UAE പോലുള്ള രാജ്യങ്ങളെയാണ് ഈ മക്കൾ ലക്ഷ്യം വെക്കുന്നത്. പ്രതിരോധ ഡ്രോണുകൾ വിൽക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് സൂചന. ട്രംപിന്റെ മക്കൾക്ക് പങ്കാളിത്തമുള്ള പവറസ് എന്ന ഡ്രോൺ കമ്പനിയാണ് ഇതിനു പിന്നിൽ. ഗൾഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾക്കാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് കമ്പനി കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. എറിക് ട്രംപും ഡൊണാൾഡ് ട്രംപ് ജൂനിയറും പിന്തുണയ്ക്കുന്ന പവറസ് എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനി ഗൾഫ് രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ സജീവമാക്കുന്ന തിരക്കിലാണ്. ഫ്ലോറിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രംപിന്റെ മക്കളുടെ പങ്കാളിത്തമുള്ള പവറസ് എന്ന കമ്പനി ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങളുടെ ഡ്രോണുകളുടെ പ്രദർശനം ആരംഭിച്ചതായാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങളുടെ പ്രതിരോധ ഡ്രോൺ ഇന്റർസെപ്റ്ററുകൾ എങ്ങനെ സഹായിക്കുമെന്ന് കാണിക്കുന്നതിനായി നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോൺ പ്രദർശനങ്ങൾ നടത്തുന്നതായും വിവരമുണ്ട്. യുദ്ധത്തിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റിന്റെ കുടുംബമായിരിക്കും ഇതിന്റെ മുൻ ചീഫ് വൈറ്റ് ഹൌസ് എത്തിക്സ് അഭിഭാഷകനായ റിച്ചാർഡ് പെയിന്റിന്റെ വിമർശനം. അതേസമയം പവറസുമായുള്ള ട്രംപിന്റെ മക്കളുടെ കരാർ അവർക്ക് ഗണ്യമായ ഓഹരികൾ നൽകുമെന്നും വിലയിരുത്തലുണ്ട്. ഇറാൻ ഉപയോഗിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ വെടിവെച്ചിടാൻ നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകളാണ്. ഈ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ കുറഞ്ഞ ചെലവിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് പവറസ് ചെയ്യുന്നത്. ട്രംപിന്റെ മക്കൾക്ക് ഈ കമ്പനിയിൽ വൻതോതിൽ നിക്ഷേപമുണ്ട്. ഇവരുടെ ഉടമസ്ഥതയിൽ ഉള്ള കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഏകദേശം $100 കോടി. മുൻ അമേരിക്കൻ സൈനിക മേധാവി കമ്പനിയുടെ ഉപദേഷ്ടാവാണ്. എന്നാൽ ട്രംപിന്റെ മക്കൾ നേരിട്ട് ആയുധ കച്ചവടത്തിൽ ഇടപെടുന്നത് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. സുരക്ഷയേക്കാൾ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളാണ് ട്രംപിന് താല്പര്യം എന്ന വിമർശനവും ശക്തമാണ്. അതേസമയം രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ എന്നല്ല, ലോകത്തിന്റെ സമാധാനം കെടുത്തിക്കൊണ്ടാണ് തന്റെ മക്കളെ ട്രംപ് ആയുധ കച്ചവടത്തിന് അയക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോഴും തിരിച്ചടിയുടെ പാതയിൽ തന്നെ. ഇറാന്റെ സൈനിക ശേഷി തകർത്തു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. അമേരിക്കയ്ക്ക് സ്ഥിരമായ അപമാനം നേരിടേണ്ടി വരുന്നതുവരെയും അവർ ഖേദം പ്രകടിപ്പിച്ച് കീഴടങ്ങുന്നതുവരെയും പോരാട്ടം തുടരുമെന്ന് ഇറാൻ സായുധ സേനയുടെ തന്ത്രപ്രധാന വിഭാഗമായ ഖത്തം അൽ അൻബിയ ആസ്ഥാനം വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന ട്രംപിന്റെ വാദങ്ങൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ഇറാന്റെ പരിഹാസം. ഇറാനെ കുറിച്ചുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ അപൂർണമാണ് എന്ന് സൈനിക വക്താവ് അവകാശപ്പെട്ടു. അമേരിക്കയ്ക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ അത്യാധുനിക ആയുധ നിർമ്മാണം നടക്കുന്നത്. തന്ത്രപരമായ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സുരക്ഷിതമാണെന്നും അമേരിക്ക ആക്രമിച്ചതായി കരുതുന്ന ഇടങ്ങൾ നിസ്സാരമാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഞങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എണ്ണാൻ ശ്രമിക്കേണ്ടതില്ല, അത് തെറ്റുകയുള്ളൂ എന്നും വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കൻ സേന ഇറാനിലേക്ക് പ്രവേശിച്ചാൽ നേരിടാൻ 70 ലക്ഷം ഇറാൻ പൗരന്മാർ സജ്ജരാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഖാഫ് വ്യക്തമാക്കി. വിരമിച്ച സൈനികരെ തിരിച്ചു വിളിച്ചും അർദ്ധ സൈനിക വിഭാഗമായ ബാസിഫ് ഫോഴ്സ് കുട്ടികളെ ഉൾപ്പെടെ ചേർത്തും വലിയ തോതിലുള്ള സൈനിക പ്രചാരണമാണ് സർക്കാർ നടത്തുന്നത്. ഇറാൻ മണ്ണിൽ ഇറങ്ങുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഫാത്തിമി മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ല എന്നും രാജ്യത്തിന് അതീവ രഹസ്യമായ ആയുധ ശേഖരവും ഫാക്ടറികളും ഉണ്ട് എന്നും ഇറാൻ സായുധ സേന വക്താവ് വെളിപ്പെടുത്തുന്നു. നിലവിൽ ശത്രുക്കൾ ബോംബിട്ട് തകർത്ത കേന്ദ്രങ്ങൾ അപ്രധാനമാണ് എന്നും യഥാർത്ഥ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ അവർക്ക് അജ്ഞാതമാണ് എന്നും ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽ ഫഹാരി കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയെ ആകെ യുദ്ധഭീതിയിലാഴ്ത്തുന്ന നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.